റേഞ്ച് കുറവാണ്. പക്ഷേ എയർടെൽ നല്ല രീതിയിൽ റേഞ്ച് കിട്ടും. 1 GB പെർ ഡേ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലാണ്. 265 രൂപ വരും 1 GB പെർ ഡേന്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയ കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. അതായത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ബെസ്റ്റ് സിം ഇൻ 2024 നമ്മുടെ കേരളത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സിം, അതായത് ഏറ്റവും കുറവിന് കുറച്ച് കൂടുതൽ ഡാറ്റ അത് സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന സിം ഏതാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വീഡിയോ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ മാറി. അപ്പോൾ അതാണ് നമ്മളിന്നൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന 3 സിമ്മാണ്. അതായത് ഇപ്പോൾ കേരളത്തിലെ മെയിനായിട്ട് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന 3 സിമ്മുകൾ എന്ന് പറയുന്നത് നമ്മുടെ VI ഉണ്ട്, അതേപോലെ തന്നെ ജിയോ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എയർടെൽ ഉണ്ട്. അപ്പോൾ ഈ 3 സിമ്മാണ് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ വല്ല സിമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ വല്ല സിമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 3 സിമ്മുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിം എന്ന് പറയുന്നത് എയർടെല്ലാണ്. അപ്പോൾ എയർടെല്ലിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ വീഡിയോയിൽ ഇറക്കുമ്പോൾ ചാനലായിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ 3 സിമ്മിൻ്റെ പ്രൈസസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ ജിയോ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മൊബൈൽ റീചാർജ് നമ്മുടെ എയർടെൽ, അതേപോലെ തന്നെ VI എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 സിമ്മാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ജിയോയുടെ ഫസ്റ്റ് ഞാൻ നോക്കാം. പിന്നെ എയർടെൽ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് എനിക്ക് റേഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റും. കാരണം എനിക്ക് എങ്ങനെ റേഞ്ച് കിട്ടുന്നുണ്ടോയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ജിയോയും VIയും യൂസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും റേഞ്ച് കിട്ടുന്നുണ്ടോയെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ജിയോയുടെ പ്ലാനുകൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ മിക്കവാറും ഡെയിലി ആൾക്കാർ ചെയ്യുന്ന പ്ലാനുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മിക്കവാറും 1.5 GB പ്ലാൻസ് ആയിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ഫസ്റ്റ് 23 ദിവസത്തെ 199 രൂപയാണ് വരുന്നത്, 1.5 GB പെർ ഡേ. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ട് നമ്മുടെ ഈ സംഭവങ്ങളിലൊക്കെ. പിന്നെ ഉള്ള 239 രൂപയുടെ പ്ലാനാണ്. അതായത് അതാണ് പോപ്പുലർ പ്ലാൻ. അതായത് ഇതെല്ലാവരും ചെയ്യുന്ന പ്ലാൻ ഇതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയുള്ളതെന്ന് ജിയോയുടെ പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജിയോ TV ജിയോ സിനിമ കിട്ടും. അത് നല്ല സംഭവമാണ്. 28 ദിവസത്തിന് 42 GB ടോട്ടൽ, 1.5 GB പെർ ഡേ വെച്ചിട്ടാണ്. അൺലിമിറ്റഡ് വോയിസും 100 SMS പെർ ഡേ ഉണ്ട്. അതായത് ഇതെല്ലാവരും ചെയ്യുന്ന പ്ലാൻ. മിക്കവാറും എല്ലാവരും 1 മാസത്തിൻ്റെ പ്ലാനാണ് ചെയ്യാറ്. കാരണം 1.5 GB പ്ലാനാണ് ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ 259 ഉണ്ട്. അതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അൺലിമിറ്റഡ് ട്രൂ 5G ഉണ്ട് ഈ ഒരു പ്ലാനിലും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 മന്ത് ഡിസ്നി ഹോട്ട്സ്റ്റാർ കിട്ടും. അതായത് 328 രൂപയ്ക്ക് 28 ദിവസത്തിൻ്റെ പ്ലാൻ എടുത്താൽ 1.5 GB പെർ ഡാറ്റയും കിട്ടും. നമ്മുടെ ജിയോ സിനിമ സംഭവങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറും കിട്ടും. അപ്പോൾ അതൊരു അടിപൊളി പ്ലാനാണ്. കാരണം OTT ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും അടിപൊളി സംഭവമാണ്. പിന്നെ ഈ ഒരു പ്ലാനിൽ ജിയോ 7 ഉണ്ട്, 269 രൂപയുടെ പ്ലാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ജിയോയിൽ വരുന്ന പ്ലാനുകൾ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 662 കുറേ പേര് ചെയ്യുന്നുണ്ടാവും. 3 മാസത്തിൻ്റെ 84 ദിവസം 1.5 GB പെർ ഡേ ആണ്. അപ്പോൾ 662 എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. എയർടെല്ലിലും VIയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയ പ്ലാനുകൾ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഇയർലി പ്ലാനുകളുണ്ട്. അതായത് ഒരു കൊല്ലത്തേക്ക് ചെയ്തിടണവർക്ക് 3000 രൂപ ചെയ്താൽ 230 ആണ് ഒരു മന്തിന് വരിക. പക്ഷേ 2.5 GB പെർ ഡേ ഡാറ്റ കിട്ടും. അപ്പോൾ ഒരു കൊല്ലത്തേക്കൊക്കെ ചെയ്തിടണവർക്ക് ഇത് ചെയ്തിടാം. അപ്പോൾ അങ്ങനത്തെ അടിപൊളി പ്ലാനാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഡാറ്റ ബൂസ്റ്റർ എടുത്ത് നമുക്ക് നമ്മുടെ ഡാറ്റയുടെ പ്ലാനുകൾ കാണാം. അതാണ് 29 രൂപയ്ക്ക് 2.5 GB. അതായത് നമുക്ക് ഇങ്ങനെ ഡാറ്റ കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാനുകളാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടാവും. 19 രൂപയ്ക്ക് 1.5 GB കിട്ടും. എയർടെല്ലിൽ 39 രൂപയുടെ പ്ലാൻ ഉണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അതായത് അൺലിമിറ്റഡ് ആണ്. ഒരു ദിവസം മൊത്തം നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതൊരു അടിപൊളി പ്ലാനാണ്. പിന്നെ 65 രൂപയ്ക്ക് 4 GB ഡാറ്റ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കഴിയുമ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാനിൽ റീചാർജ് ചെയ്യാനുള്ള ഡാറ്റ പാക്കുകളാണ് ഇതൊക്കെ. അതേ 300 രൂപയ്ക്ക് 50 GB കിട്ടും. അതിന് നമുക്ക് സാധാരണ പ്ലാനുകൾ നോക്കാം. അതായത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴുള്ള പ്ലാനുകൾ. അപ്പോൾ ഇതാണ് നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു പ്ലാൻ. അതായത് ഇതിൽ കുറച്ച് പ്രൈസ് കൂടുതൽ നിങ്ങൾക്ക് കാണാം. അതായത് 1 GB കിട്ടണമെങ്കിൽ 265 രൂപ കൊടുക്കണം 28 ദിവസത്തേക്ക്. ജിയോയിലും കുറച്ച് കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് 1 GB പ്ലാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൽ 28 ദിവസത്തിന് 209 രൂപയാണുള്ളത്. അപ്പോൾ ഇതിൽ സബ്സ്ക്രിപ്ഷൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് 1 GB പെർ ഡേ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലാണ്. 265 രൂപ വരും 1 GB പെർ ഡേന്. പിന്നെ അൺലിമിറ്റഡ് 5G അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് മിക്കപ്പോഴും ചെയ്യുന്ന പ്ലാനുകൾ, ഞാൻ ചെയ്യുന്ന പ്ലാൻ. പിന്നെ അതേപോലെ 296 25 GB ഡാറ്റ 30 ദിവസത്തിൻ്റെ ഉണ്ട്. പിന്നെ ഉള്ളത് 3 മാസത്തിൻ്റെയാണ് മിക്കവാറും ആൾക്കാർ ചെയ്യാറ്. 3 മാസത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 666 രൂപയുടെ പാക്ക് എല്ലാത്തിലും ഉണ്ട്.
അപ്പോൾ ആ 3 മാസത്തേക്ക് ചെയ്യുന്നതായിരിക്കും ലാഭം എന്ന് തോന്നുന്നു. കാരണം അത് 666 രണ്ടിലും ജിയോയിലും എയർടെല്ലും ഉണ്ട്. 1.5 GB പെർ ഡേ കിട്ടും. പക്ഷേ ഇതിൽ ഡേയ്സ് കുറച്ചുണ്ട്. 77 ഡേയ്സ് ഉള്ളൂ. മറ്റേ 84 ഡേയ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിനി നമ്മുടെ VI നോക്കി നോക്കാം. VIയിൽ നമുക്ക് 719 മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് ഈ ഒരു പ്ലാൻ ആയിരിക്കും. അതായത് 299 അൺലിമിറ്റഡ് കോൾസ് 1.5 GB പെർ ഡേ 28 ദിവസത്തിനും. അപ്പോൾ ഇതിലും കുറച്ച് പൈസ കൂടുതലാണ്. പൈസ കുറവ് നോക്കണമെങ്കിൽ ജിയോ ആയിരിക്കും പൈസ കുറവ്. പിന്നെ അതേപോലെ തന്നെ 839 രൂപയ്ക്ക് 2 GB പെർ ഡേ 84 ദിവസം. 84 ദിവസത്തിൻ്റെ പ്ലാനിൻ്റെ 2 GB പെർ ഡേയുടെ വിലയാണ് ഈ കാണുന്നത്. 839 രൂപ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1.5 GB ആണെങ്കിൽ 719 വരുന്നുണ്ട്. മറ്റേ നമുക്ക് 666 അപ്പോൾ അങ്ങനെയൊക്കെയാണ് വില. നല്ല വ്യത്യാസമുണ്ട് മിക്കതിലും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 2 GB 3 GB അങ്ങനെ വലിയ പാക്കുകളുണ്ട്. 4 GB പെർ ഡേ പാക്കുകൾ വരുന്നുണ്ട്. അതായത് 475 രൂപയ്ക്ക് 28 ദിവസത്തിന് നമുക്ക് 4 GB പെർ ഡേ. കുറേ ഡാറ്റ വേണ്ടവർക്കൊക്കെ നമുക്ക് ഈ ഒരു സിമ്മിൽ ഇങ്ങനെ കുറേ വലിയ പ്ലാനുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 പ്ലാനുകളും. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഞാൻ എയർടെൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എയർടെല്ലിൻ്റെ നെറ്റിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് എല്ലാ സ്ഥലത്ത് പോയാലും നമുക്ക് ഈ എയർടെല്ലിൻ്റെ റേഞ്ച് കിട്ടാറുണ്ട്. എനിക്ക് ഇതുവരെ നെറ്റ് കിട്ടാണ്ടിരുന്നിട്ടും അങ്ങനെ സംഭവങ്ങളൊന്നും. പിന്നെ അതേപോലെ തന്നെ ജിയോ എൻ്റെ കൂട്ടുകാരൻ്റെയിലൊക്കെ ജിയോ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടെയൊക്കെ ജിയോ റേഞ്ച് കുറവാണ്. പക്ഷേ എയർടെൽ നല്ല രീതിയിൽ റേഞ്ച് കിട്ടും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ, എനിക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എയർടെൽ കിട്ടാറുണ്ട്. അപ്പോൾ ജിയോ യൂസ് ചെയ്യുന്നവർ ഞങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ VI യൂസ് ചെയ്യുന്നവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്ര ഉണ്ടായിട്ട് നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ചെറിയ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.